ഹായ് ഹലോ നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 23-ാം ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ട്ടോ ഞാൻ വന്നേക്കുന്നത്. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു. സ്വേച്ഛാധിപതികളായിട്ടുള്ള നമ്മുടെ ജസീലും നവീനും തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തതിന് ശേഷം അവര് ഒരു തമ്പുരാനും തമ്പുരാട്ടിയുമായിട്ടൊക്കെ വളരെ രസകരമായിട്ട് ടാസ്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അനീഷിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഓരോ ടാസ്ക് വരുമ്പോഴും അനീഷിന്റെ കഴിവിന്റെ പരമാവധി എടുത്തിട്ട് ടാസ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്വേച്ഛാധിപതികളായിട്ടുള്ള ആൾക്കാര് നോമിനേഷൻ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത 7 പേര് സ്വേച്ഛാധിപതികളുടെ അടിമകളായിട്ടാണ് ഈ ആഴ്ച ഫുള്ളും ചെയ്യേണ്ടത്. അതിലെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് അനീഷ് നമ്മുടെ നവീന്റെ കൂടെ മന്ത്രിയായിട്ട് നടന്നിട്ട് നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ ഇന്നത്തെ ദിവസം വളരെ അലസമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. വലിയ മലമറിക്കുന്ന ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് പണിപ്പുര ടാസ്ക് ആണ് കേട്ടോ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ നമ്മുടെ ജിസയിലും നവീനുള്ള പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത് ഒരു 20 സെക്കൻഡ് 20 മിനിറ്റ് സമയമാണ്. 3 ടൈമില് 20 സെക്കൻഡ് വീതം എടുത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കാം. ഒരു പരിധിയില്ല, എന്താ പറയാ, പൈസയുടെ ഒരു പരിധിയില്ല. നിങ്ങൾക്ക് വേണ്ടത് എന്ത് വേണമെങ്കിൽ പണിപ്പുരയിൽ നിന്ന് എടുക്കാം. ജിസേലിന്റെ ഡ്രസ്സ് ഒന്നും ഉണ്ടാവത്തില്ല. പകരം ഫുഡ് ഐറ്റംസ്, മറ്റ് ഹൗസ് മേറ്റ്സിന്റെ ഡ്രസ്സുകൾ, നവീന്റെ ഡ്രസ്സുകൾ ഒക്കെയാണ്. മറ്റ് ഹൗസ് മേറ്റ്സിന്റെ ഡ്രസ്സുകളൊന്നും എടുക്കാൻ പറ്റത്തില്ല. നവീന്റെ എന്ത് വേണമെങ്കിൽ എടുക്കാം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നു. വളരെ രസകരമായിട്ട് 3 പ്രാവശ്യം പോയിട്ട് ബിഗ് ബോസ് പണിപ്പുരയിൽ വെച്ചിരുന്ന ഏകദേശ സാധനങ്ങൾ, അതായത് എടുക്കാൻ പറ്റുന്ന പരമാവധി രണ്ടുപേരും കൂടി 3 പ്രാവശ്യമായിട്ട് 1 മിനിറ്റ് സമയമാണ് കേട്ടോ. 20 സെക്കൻഡ് 20 സെക്കൻഡ് 20 സെക്കൻഡ് അങ്ങനെ 60 സെക്കൻഡ് സമയമാണ് കിട്ടിയത്. അതിന്റെ പരമാവധി എടുക്കാവുന്നതെല്ലാം അവർ വാരി വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. നല്ലൊരു ഇതായിട്ട് തോന്നി. കാരണം നവീന്റെ കുറെ സാധനങ്ങൾ കിട്ടി. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇനി ഈ വീട്ടില് സ്വേച്ഛാധിപതികളായിട്ടുള്ള 2 പേർക്കല്ലാതെ വേറെ ആർക്കും ബാഡ്ജ് ഉള്ള ആൾക്കാരുണ്ട്, 3 പേര്. അവരുടെ ബാഡ്ജിനൊന്നും ഈ വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ 3 ബാഡ്ജും തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആര്യന്റെ ബാഡ്ജ് ഓൾറെഡി ലാലേട്ടൻ സൺഡേ എപ്പിസോഡിൽ വന്നിട്ട് എടുത്തിട്ട് പോയായിരുന്നു, അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസിന്റെയും അബിയുടെയും കയ്യിലാണ് ബാഡ്ജ് ഉള്ളത്. അപ്പം അത് തിരിച്ചു വെക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം ഷാനവാസിന്റെ ബാഡ്ജ് നമ്മുടെ ആര്യനോട് എടുത്തു വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആര്യനൊരു പൊട്ടനാണെന്ന് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ആ ബാഡ്ജ് കൊണ്ട് ഒരു ഉപയോഗമില്ലാത്തത് കൊണ്ട് തന്നെ അത് തിരിച്ചേൽപ്പിക്കണം. ആരുടെ കയ്യിലാണ് ഉള്ളത് അവര് അത് തിരിച്ചു കൊടുക്കണമെന്ന് ബിഗ് ബോസ് പറയുമ്പോഴും കണ്ടംകുണാപ്പനായിട്ടുള്ള ആര്യൻ കഴിഞ്ഞ വീക്കിലൊക്കെ നവീനൊക്കെ ആര്യന്റെ ബാഡ്ജ് കട്ടെടുത്തായിരുന്നു. അപ്പം അതിനുള്ള പ്രതികാരം തീർക്കുവാണ്. ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ആര്യൻ അത് കൊടുക്കാനായിട്ട് ഇതാക്കുന്നില്ല കേട്ടോ. അപ്പം ബിഗ് ബോസിന് കുറച്ച് സമയം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഇനിയും പറഞ്ഞിട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നടപടി നേരിടേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ചെയ്യണമെന്ന് തന്നെയാണ്. ആര്യനെ ഭയങ്കര കുട്ടിക്കളിയാണ്. ചെറിയ പയ്യനാണ്, 23 വയസ്സേ ഉള്ളൂ. എങ്കിൽ പോലും കുറെ കാര്യങ്ങൾ വളരെ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. ലാലേട്ടനോട് സംസാരിക്കുന്ന രീതിയിൽ, അതുപോലെ ബിഗ് ബോസിനോട് ഇടപെടുന്ന രീതിയിലൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ നമുക്ക് അയ്യേ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കേട്ടോ നമ്മുടെ ആര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ ലാലേട്ടൻ നല്ലത് കൊടുക്കണം, അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കണം. മിക്കവാറും എലിമിനേറ്റ് ആയി പോവാന്നാണ് തോന്നുന്നത്. കാരണം ഉള്ളില് ബിഗ് ബോസിനോടും ലാലേട്ടനോടും ഒക്കെ മറ്റ് കണ്ടസ്റ്റന്റിനോടൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഒരു പുച്ഛം കലർന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ പുറത്തുള്ള പ്രേക്ഷകർക്കും അതൊന്നും അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ വോട്ട് വളരെ കുറവായിരിക്കും. മിക്കവാറും ആര്യനായിരിക്കും എവിക്റ്റ് ആവാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും. അപ്പം ആര്യൻ ബാഡ്ജ് കൊടുക്കുന്നില്ല. ബിഗ് ബോസ് അത് ഇനി കയ്യിൽ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുവാണ്. ഇന്നലത്തെ വഴക്കിന്റെ തുടർച്ച ഇന്നും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതായത് അനുമോള് ഇന്നും കിച്ചണിൽ കയറാനായിട്ട് തയ്യാറാവുന്നില്ല, ഫുഡും കഴിക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം പോയി കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൂടെ പോയി ഫുഡ് കഴിക്കാനോ പണിയെടുക്കാനോ ഒന്നും അനുമോള് തയ്യാറാകുന്നില്ല.
അതിനെ നല്ല രീതിയിൽ അപ്പാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു ഉച്ച സമയത്ത് അപ്പാനി വന്നിട്ട് പാത്രം കഴുകാനായിട്ട് വെസൽ ക്ലീനിങ്ങിനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറ്റത്തില്ല, എനിക്ക് സൗകര്യമുള്ളപ്പോഴേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഓടിച്ചു വിടുന്നുണ്ട്. അപ്പം അത്താണി ശരത്ത് ഭയങ്കര രീതിയിൽ അനുമോളുടെ അടുത്ത് ചൂടായി കഴിയുമ്പോഴത്തേന് അനുമോൾ പറയുന്നുണ്ട്, താൻ എൻ്റെ അടുത്ത് ഇടി പൊടിയെന്നൊന്നും വിളിക്കാതെ അത് പോയി പെണ്ണുമ്പിള്ളയെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഹീറ്റായി പോയി. അപ്പാനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ട്. അപ്പാനി വീട്ടിൽ കിടക്കുന്ന എന്റെ ഭാര്യനെ പറയരുത്, ദയവ് ചെയ്തിട്ട് ഞാൻ നിന്നെ പോടിയെന്ന് വിളിക്കണം, നീ എന്നെ പോടാന്ന് വിളിച്ചോ കുഴപ്പമില്ല, പക്ഷെ വീട്ടിലുള്ളവരെ വിളിക്കരുത്, ഭാര്യ ഗർഭിണിയാണ്, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെയുള്ള കാർഡൊക്കെ എടുത്ത് വീശുന്നുണ്ട് അപ്പാനി. കോമഡി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇവര് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മൊത്തം എടി പൊടി എന്തൊക്കെയൊക്കെ പറയാനുള്ള കാര്യം വായിൽ വരുന്ന എല്ലാ വേണ്ടാധീനവും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പകരം തിരിച്ച് ഒരു കാര്യം പറയുമ്പോഴത്തേനും വിക്ടിം കാർഡ് ഇറക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പാനിയുടെ ഒക്കെ പ്രതികരണം. ബാക്കി കാണുന്നവരൊക്കെ എന്താ പൊട്ടന്മാരാണെന്നാണ് വിചാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പാനിന്റെ ഈ പ്രതികരണം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് കുറെ ആൾക്കാർ കാണുന്നുണ്ടെന്നോ വിലയിരുത്തുന്നുണ്ടോ അവരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്നുള്ള യാതൊരു ചിന്തയില്ലാത്ത തരത്തിലാണ് അപ്പാനിയൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അനുമോള് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഈ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കരഞ്ഞ് പറ്റുന്നില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തുന്നുണ്ട്. ആ സമയത്തും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് അനുമോളിനെ. അനുമോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഭയങ്കര ബോൾഡായിട്ടാണ് നിൽക്കുന്നുണ്ട്. അനുമോള് നല്ല രീതിയിൽ കരയുന്നുണ്ട്, കരച്ചിലൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും നല്ല ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും ഫൈനൽ 5 വരാൻ ചാൻസ് ഉള്ള, മേ ബി വിന്നർ ആവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അനുമോള് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം കൂടുന്തോറും കുറച്ച് ഗട്ട്സ് കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എപ്പിസോഡ് ആണ് ഇന്ന് നടന്നത്. അതിന് ഇന്നത്തെ ദിവസം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ബിഗ് ബോസ് ഇവരെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് നെവിനും ജിസയിലും എടുത്ത സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും സാധനങ്ങളെല്ലാം കൊടുത്ത് വലിയൊരു ബില്ലും കൊടുക്കുന്നുണ്ട്. അതായത് 20,250 രൂപയുടെ സാധനങ്ങള് പണിപ്പുരയിൽ പോയിട്ട് ജിസയിലും നവീനും കൂടി എടുത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും രൂപയുടെ ബില്ലിനുള്ള പണി എടുക്കണം. അത് ആര് എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് പറയുന്ന ഉത്തരം, ഇവര് നോമിനേഷനിലേക്ക് തിരഞ്ഞെടുത്ത ഇവരുടെ അടിമകളായിട്ടുള്ള 7 പേര് ഒരു 4 സെറ്റ് ടാസ്ക് ഉണ്ട് കേട്ടോ. അതായത് ഒരു ടേബിളിന്റെ മേലെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒരു പത്രം വെച്ചിട്ട് മാച്ച് ബോക്സ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് തെറിപ്പിച്ച് ആ പാത്രത്തിലേക്ക് 5 പ്രാവശ്യം വീഴിക്കുക. പിന്നെ നമ്മുടെ ബോൾട്ട് ഉണ്ടല്ലോ, അത് ഇങ്ങനെ അടുക്കി 10 ബോൾട്ട് ഇങ്ങനെ അടുക്കി വെക്കുക. മൂന്നാമതായിട്ട് കപ്പ്, അതായത് പ്ലാസ്റ്റിക് കപ്പുകൾ കൊണ്ട് കൊട്ടാര, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഗോപുരം കിട്ടത്തില്ല അതുപോലെയുള്ള അത് ചെയ്യാം. അവസാനമായിട്ട് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് 5 ബോട്ടിൽ കറക്റ്റ് ആയിട്ട് നിർത്തുക എന്ന ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. അത് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, ഒരു പ്രാവശ്യം ഇത്രയും ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. അത് 20 തവണ ചെയ്ത് കഴിഞ്ഞാൽ 20,000 പോയിന്റ് ഇവര് പണിപ്പുരയിൽ പോയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളതിന് പാരിതോഷികം അല്ലെങ്കിൽ വില ഇട്ടേക്കുന്നത് 20,250 250 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാക്കി 20,000 രൂപയ്ക്ക് പണിയെടുക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിന്നാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നല്ല ടാസ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട്, അതായത് 20 റൗണ്ട് ചെയ്യുന്നതിലെ ഫസ്റ്റ് റൗണ്ട് ചെയ്യാൻ തന്നെ അവർ 3 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട്. അപ്പം നാളെ രാവിലെ ആയാലും ടാസ്ക് ഒന്നും തീരത്തില്ല, മിക്കവാറും പ്രശ്നമാകുന്ന ലക്ഷണമുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ഒരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ്. അതായത് സാധനങ്ങളെല്ലാം ഇവർ പർച്ചേസ് ചെയ്ത ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്, കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ഉപയോഗിക്കാം വീട്ടിനകത്ത്. ഈ പണിയെടുക്കുന്ന 7 പേരിൽ അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ വീതിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാം. സ്വേച്ഛാധിപതികൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാവുന്നതാണ്. പണിപ്പുര അതായത് ടാസ്ക് ചെയ്യുന്ന 7 പേർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല, അവർക്ക് മാറ്റി വെക്കുകയൊന്നും ചെയ്യരുത്. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് വേണമെങ്കിൽ കഴിക്കാമെന്നൊരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നവീനും ജിസയിലും അനുസരിക്കുന്നില്ല കേട്ടോ. ഇവർക്ക് എന്തോ ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വേറെ ഒന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിനെ തുടർന്ന് വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട് നാളെ.
നാളത്തെ ദിവസം അതാണ് മെയിനായിട്ട് പ്രൊമോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത് നവീനും നമ്മുടെ അനുമോളും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. അനുമോൾ ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല ഇനി എന്ന് പറഞ്ഞിട്ട് നവീൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ ബിഗ് ബോസ് വാതിൽ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് അനുമോളിനോടുള്ള ദേഷ്യത്തില് ബിഗ് ബോസിന്റെ ഉള്ള ജീവിതം നവീൻ അവസാനിപ്പിക്കുകയാണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് നാളെ. അതിനെ തുടർന്നിട്ട് നവീൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വാക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിലുള്ള ഒരു പ്രോമോ ആണ് വന്നിരിക്കുന്നത്. പുറത്ത് പോയില്ലെന്നും ഒക്കെയുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. എനിവേ നാളെ നമുക്ക് ലൈവ് കണ്ടാലോ അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടാലോ അറിയത്തുള്ളൂ എന്താ സംഭവിക്കുന്നത്. നവീൻ എന്ന് പറയുന്നത് നല്ലൊരു എന്റർടൈനർ ആണ്. ആ വീട്ടിൽ ഭയങ്കരമായിട്ട് ഒരു തമാശ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും പുള്ളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് വളരെ സൈലന്റ് ആയി പോകും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ നവീൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോവുകയാണെങ്കിൽ നല്ലതാണെന്നേ പറയത്തുള്ളൂ. കാരണം നവീൻ വന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയായി. നവീൻ വന്നതൊരു ഫെയിം ഉണ്ടാക്കാനാണ്. അധികം അറിയപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫെയിം ഉണ്ടാക്കാനും കുറച്ച് ആൾക്കാരെയൊക്കെ ഇതാക്കാനൊക്കെ ഉള്ള 1 മാസത്തോളം 20 ദിവസത്തോളം ഇവിടെ നിന്നത് മതി എന്നൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് നവീൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നവീൻ പോവാനും പോവാതിരിക്കാനും ചാൻസ് ഉണ്ട്. പോയാലും വിരോധമൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നവീൻ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു 10-20 ദിവസം എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. പോകെ ചിലപ്പോൾ നവീന്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അത് കാണാതിരിക്കുന്നതായിരിക്കും നവീനും ചിലപ്പോൾ നല്ലത്. അതുകൊണ്ട് നവീൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ നല്ലതെന്ന് തോന്നുന്നു. എനിവേ എന്തൊക്കെ തന്നെയാണെങ്കിലും നാളെ കാണാം. നമുക്ക് നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. സൈനിങ് ഓഫ്.